കശ്മീരിലെ ഷോപ്പിയാനിൽ വെടിവയ്പിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടതായി സൈന്യം. 2 പേർ പിടിയിലായെന്നും സൂചനയുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. ആദിൽ പാലോഡ് ചേരുന്നു കശ്മീരിൽ നിന്ന്. ആദിൽ പാലോഡ്, അതിർത്തി അശാന്തമാക്കാൻ ഷോപ്പിയാനിലേക്ക് ഒരു ഭീകരൻ കടന്നെത്തിയിരിക്കുകയാണ്. സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണോ? ഒരു ഭീകരനെ വധിച്ചുവെന്നാണോ സൈന്യം വ്യക്തമാക്കുന്നത്? ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചതാണ്, ഭീകരവാദമില്ലാത്ത കശ്മീരും ഒരു രാജ്യവും ഒരു ലോകവുമാണ് സ്വപ്നം കാണുന്നതെന്ന്. അതിന്റെ ചുവടുവയ്പ് വീണ്ടും വീണ്ടും അടുക്കുന്നു ആ ലക്ഷ്യത്തിലേക്ക് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷോപ്പിയാൻ കുറച്ച് സെൻസിറ്റീവായ മേഖലയാണ്. അവിടെ രാവിലെ മുതൽ ഏറ്റുമുട്ടലുണ്ട്. 4 ഭീകരരാണ് ആകെയുള്ളത്. ഭീകരരും CRPF-ന്റെയും കരസേനയുടെയും ജമ്മു കശ്മീർ പോലീസിന്റെയും സംഘങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു എന്നതാണ് ആദ്യം വന്ന വാർത്ത. ഇപ്പോൾ വരുന്ന ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്ത, ഒരു ഭീകരനെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്, വധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഭീകരനെ കൊന്നിരിക്കുന്നു. 2 പേർ പിടിയിലാണ് എന്ന വിവരം കൂടി വരുന്നു. ഷോപ്പിയാൻ മേഖലയിലാണ് രാവിലെ മുതൽ മണിക്കൂറുകളോളം നീണ്ട വെടിവയ്പുണ്ടാകുന്നത്, ഏറ്റുമുട്ടലുണ്ടാകുന്നത്. ഇതിൽ ഒരു ഭീകരനെ കൊല്ലാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2 ഭീകരർ പിടിയിലായിട്ടുണ്ട് എന്ന വിവരം കൂടി വരുന്നു. ആകെ 4 ഭീകരരുമായാണ് സൈന്യവും ഭീകരൻ തമ്മിൽ നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക്, വെടിവയ്പ്പിലേക്ക് പോയത്. പ്രദേശവാസികളാകെ വലിയ ശബ്ദം, വെടിവെച്ച് കേട്ടു എന്നതടക്കമുള്ള ദൃക്സാക്ഷികളുടെ പ്രതികരണങ്ങളും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഏതായാലും പഹൽഗാം ഭീകരാക്രമണവുമായി ഈ ഭീകരർക്ക് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എങ്കിലും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരർക്കെതിരെയുള്ള നടപടികൾ തുടരുകയാണ്. നിയമപരമായ നടപടികൾ തുടരുന്നു. ഒപ്പം തന്നെ പ്രായോഗികമായി അവരെ തീർക്കുന്ന രൂപത്തിലേക്ക് നടപടികളുമായി സൈന്യം മുന്നോട്ട് പോകുന്നു. അതിന്റെ കൃത്യമായ ഉദാഹരണമായി മാറുകയാണ്. അതായത് 4 ഭീകരരുണ്ടായിരുന്നു സംഘത്തിൽ എന്നുള്ള വിവരങ്ങൾ ഷോപ്പിയാനിൽ നിന്ന് വരുന്നുണ്ട്. ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിലാണ് എൻകൗണ്ടർ ഉണ്ടായത്. ഷോപ്പിയാനിൽ വനമേഖലയുമുണ്ട്. വനമേഖലയോട് ചേർന്ന പ്രദേശത്താണോ ഈ ഏറ്റുമുട്ടൽ നടന്നത്? ആദിൽ പാലോഡ്. ഉറപ്പായും അത് തന്നെയാണ് കരുതുന്നത്. വനമേഖലയോട് ചേർന്ന മേഖലയിലാണ് ഈ ഏറ്റുമുട്ടൽ നടന്നത്. ഇതിൽ തന്നെ ലഷ്കർ-എ ത്വയ്ബ ഭീകരരുമായി ബന്ധമുള്ളവരെന്ന് സംശയിക്കുന്ന ഭീകരരെയാണ് ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. കൂടുതൽ പേർ പിടിയിലായിട്ടുണ്ടെന്ന വിവരം കൂടി വരുന്നുണ്ട്. കൃത്യമായ സ്ഥിരീകരണം അടുത്ത മിനിറ്റുകളിൽ, മണിക്കൂറുകളിൽ ലഭ്യമാകും നമ്മൾ പ്രതീക്ഷിക്കുന്നു. കശ്മീരിൽ ഭീകരർക്കെതിരെയുള്ള നടപടികൾക്ക് കൃത്യമായ ഒരു വേഗം വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി രാജ്യത്തോടുള്ള അഭിസംബോധനയിൽ തന്നെ പറഞ്ഞത്. ഭീകരതയെ ഒരു യുദ്ധം എന്ന രീതിയിൽ തന്നെയാണ്. ഭീകരാക്രമണം ഉണ്ടായാൽ അതിനെ ഒരു യുദ്ധമായി തന്നെയായിരിക്കും ഇന്ത്യ കാട്ടുക, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും കരുതുക എന്നത് കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നു. അതിനുശേഷമുണ്ടായ നുഴഞ്ഞുകയറ്റമാണ്. ആ നുഴഞ്ഞുകയറ്റത്തിൽ ഇന്ത്യൻ പ്രദേശത്ത് കടന്നു കയറിയ ഭീകരരെയാണ് ഇപ്പോൾ ഏറ്റുമുട്ടലിലൂടെ ഒരാളെ വധിച്ചിരിക്കുന്നത്, മറ്റുള്ളവരെ പിടികൂടിയിരിക്കുന്നത്. ഇത് ഒരു തരത്തിലുമുള്ള ഒരു ഇടപെടലും ഇനിയിപ്പോൾ നയതന്ത്ര തലത്തിൽ പോലും വേണ്ട എന്ന് പാകിസ്ഥാനോട് കടുപ്പിച്ചു പറഞ്ഞതും ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒരു സാധ്യത കണക്കിലെടുത്താകില്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഭീകരവാദത്തിൽ ചർച്ചയില്ല എന്നതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. ഈ ഭീകരവാദവും സമാധാനവും ഒന്നിച്ചു പോകുന്നതല്ല. ഭീകരവാദവും കച്ചവടവും ഒരുമിച്ച് പോകില്ല. ഭീകരവാദവും ചർച്ചയും ഒരുമിച്ച് പോകില്ല. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല. ഇതായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. അതിനെ അടയാളപ്പെടുത്തുന്ന സംഭവമാണ് ഇന്ന് രാവിലെ ഷോപ്പിയാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഷോപ്പിയാനിൽ ഒരു ഭീകരന്റെ ജീവൻ എടുത്തിരിക്കുന്നു സൈന്യം. തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന സൂചന കൂടി പുറത്തു വരുന്നു. ആകെ 4 ഭീകരരാണ്, ലഷ്കർ-എ ത്വയ്ബയുമായി ബന്ധമുള്ള ഭീകരരാണ് ഷോപ്പിയാനിൽ ഉണ്ടായിരുന്നത്. അവരിൽ ഒരാളെ കൊന്നിരിക്കുന്നു. 2 പേർ പിടിയിലായി എന്നതാണ് സൂചന. കൃത്യമായ വിവരം ഇനിയും നമുക്ക് അടുത്ത മിനിറ്റുകളിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കടുത്ത നടപടികളിലേക്ക് സെൻസിറ്റീവായ മേഖലയിൽ, പുൽവാമയിൽ, ഒപ്പം ഷോപ്പിയാനിൽ, അങ്ങനെ കൃത്യമായ കുപ്വാരയിലടക്കം സെൻസിറ്റീവായ മേഖലയിൽ ഭീകരരുണ്ടെന്ന് സംശയിക്കുന്നിടത്തൊക്കെ കൃത്യമായ തെരച്ചിലേക്ക് സൈന്യം പോവുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ആ ഭീകരരെ പിടികൂടുന്നതിനുള്ള തെരച്ചിലും ഊർജിതമാക്കിയെന്ന വിവരമാണ് ഇഘട്ടത്തിൽ പുറത്തു വരുന്നത്. സുജയ, ഭീകരരുടെ ഒരു ടീമായിട്ടാണ് എത്തിയത്. സുരക്ഷാ സേനയുമായി നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക്, ഗൺ ഫൈറ്റിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അതിർത്തിയിൽ നിന്ന് സേനാ വിന്യാസം പതിയെ കുറയ്ക്കാനാണല്ലോ ഇന്നലെ ഇന്ത്യ പാക് DGMO ചർച്ചയിൽ ധാരണയായത്. എന്നാൽ അതിർത്തിയിൽ നിന്ന് സേനാ വിന്യാസം കുറയ്ക്കുകയാണെങ്കിൽ ഭീകരരുടെ ഒരു കടന്നുകയറ്റം ഉണ്ടാകുമെന്ന ഒരു സൂചന കൂടി ഈ ഷോപ്പിയാൻ സംഭവം നമുക്ക് നൽകുന്നില്ലേ അതിൽ? ഉറപ്പായും അങ്ങനെ ചില സൂചനകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ തീരുമാനിച്ചിരുന്നത് നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാനുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന, അല്ലെങ്കിൽ പാക് അധിനിവേശ കശ്മീരിലെ പാകിസ്ഥാൻ പോസ്റ്റുകളുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങൾ ഒഴിവാവുകയാണ്. അതുകൊണ്ട് ആ പോസ്റ്റുകളിലെ കൂടുതൽ സൈനികരെ വിന്യസിച്ചിരുന്നു. ഷെല്ലാക്രമണങ്ങൾ തടയുന്നതിനും പ്രതിരോധിക്കുന്നതിനും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിനുമൊക്കെയായി കൂടുതൽ സൈനികരെ LOCക്ക് സമീപവും ബോർഡറിന് സമീപവും നിയോഗിച്ചിരുന്നു. അവരെ പിൻവലിക്കുന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഇന്നലെ ഉണ്ടായിരുന്നു.
ഇതിനൊപ്പം തന്നെയാണ് ഈ ഉൾനാടൻ മേഖലകളിൽ ഷോപ്പിയാൻ അടക്കം കുപ്വാര അടക്കം അതിർത്തിയോട് ചേർന്നതും അല്ലാത്തതുമായ മേഖലകളിൽ വനമേഖലയോട് ചേർന്ന് പ്രത്യേകം ഓർക്കുക, ബൈസരൺ വാലിയിൽ ഭീകരാക്രമണം കഴിഞ്ഞ ശേഷം വനമേഖലയിലേക്കാണ് ഭീകരർ മടങ്ങിയത്. വനമേഖലയിൽ ചില ഒളിത്താവളങ്ങളുണ്ട് എന്ന സൂചനയുണ്ടായിരുന്നു. വനമേഖലയോട് കേന്ദ്രീകരിച്ചാണ് ഈ ഭീകരർ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൈനികരെ ഘട്ടം ഘട്ടമായി അതിർത്തിയിൽ നിന്ന് പിൻവലിക്കുമെന്ന് പറയുമ്പോഴും ഭീകരർ തങ്ങാൻ സാധ്യതയുള്ള, ഭീകരർ താവളം അടിക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ കൃത്യമായ പരിശോധനയിലേക്ക് കടക്കുകയാണ് CRPF-ഉം ആർമിയും ജമ്മു കാശ്മീർ പോലീസും എന്ന് നമുക്ക് ഷോപ്പിയാനിലെ വനമേഖലയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ, ഈ എൻകൗണ്ടറിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ. ആദിൽ പാലൂടിലേക്ക് ഞാൻ മടങ്ങിയെത്താം. നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ജമ്മു കശ്മീരിലെ ഷോപ്പിയാനിലെ വനമേഖലയിൽ ഭീകരരുമായി നേർക്കുനേർ ഏറ്റുമുട്ടലിൽ സൈന്യം ഏർപ്പെട്ടു. അതിൽ ഒരു ഭീകരനെ വധിച്ചു, 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ഒരാൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും വനമേഖലയിൽ സൈന്യം തുടരുകയാണ്. വെടിനിർത്തലിന് പിന്നാലെയുള്ള സാഹചര്യം പരിശോധിക്കാനും ഓപ്പറേഷൻ സിന്ദൂർ വിലയിരുത്താനും കേന്ദ്ര മന്ത്രിസഭാ യോഗം നാളെ ചേരും. അതിർത്തിയിലെ സാഹചര്യം നിരീക്ഷിക്കുകയാണ് സൈന്യം. നിയന്ത്രണ രേഖയിൽ ശക്തമായ സുരക്ഷയാണ്. ഏത് വെല്ലുവിളി നേരിടാനും സജ്ജമെന്നാണ് സൈന്യം അറിയിച്ചത്. പഹൽഗാം ഭീകരർക്ക് വേണ്ടി തെരച്ചിൽ വീണ്ടും ശക്തമാക്കി. ഭീകരരുടെ ചിത്രങ്ങൾ കശ്മീർ മേഖലകളിൽ പതിച്ചു.